ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് വില്ലൻ ആൻഡ് യു ആർ വാച്ചിങ് വില്ലൻസ് ഇന്റലിജൻസ് പ്രോഗ്രാം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന 10th പ്രിലിം സീരീസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ്സുമായിട്ടാണ് നമ്മൾ ഇത് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ എടുത്ത എല്ലാ ക്ലാസ്സുകളും നമ്മുടെ 10th പ്രിലിംസിന്റെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ആ ക്ലാസ്സുകൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം. ഇത് അതിന്റെ കണ്ടിന്യൂഷനായി വരുന്ന സിലബസിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th പ്രിലിംസ് PYQലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയും നവോത്ഥാനവും. ഇന്ത്യൻ ഹിസ്റ്ററിയും തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അനുബന്ധ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ക്ലാസ്സാണിത്. ഈ ക്ലാസ് തീർച്ചയായും നിങ്ങളുടെ റാങ്ക് ഉയർത്താൻ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ഹൈപ്പ് കൂടെ എനേബിൾ ചെയ്യാൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കേരള PSC 10th ലെവൽ എക്സാം സീരീസ് 10th പ്രിലിംസ് PYQ പ്ലസ് റിലേറ്റഡ് ഫാക്ട്. ആദ്യം സിലബസ് നോക്കിക്കേ. നിങ്ങളുടെ സിലബസിലെ 60 മാർക്കിലെ മൂന്നാമത്തെ ഭാഗം, അതായത് 10 മാർക്കിനുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ നവോത്ഥാനവും ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരികവും മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ. ഇതെല്ലാം നമുക്ക് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. സോ ഈ ഏരിയ വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാം. ഇതേ നോക്കിയേ, നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകളാണ്. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പ്രസ്താവന ചോദ്യങ്ങളിൽ ശരിയായ പ്രസ്താവനയാണോ തെറ്റായ പ്രസ്താവനയാണോ ചോദിച്ചിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ്. നമുക്ക് നോക്കാലോ. ബ്രഹ്മസമാജം അല്ലെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൽ തന്നെ ഒന്നിലൂന്നിയ വളരെ പ്രധാനപ്പെട്ട ബ്രഹ്മസമാജത്തെക്കുറിച്ച് നോക്കാം. ജാതി വ്യവസ്ഥയെ നിർമ്മാർജ്ജനം ചെയ്യും. ശരിയാണല്ലോ, ശരിയാണ്. ജാതി വ്യവസ്ഥയെ നിർമ്മാർജ്ജനം ചെയ്യും എന്നത് ഈ പറയുന്ന ബ്രഹ്മസമാജത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം തന്നെയാണ്. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, അതും എന്താണ്? ബ്രഹ്മസമാജത്തിന്റെ ലക്ഷ്യം തന്നെയാണ്. സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. ബ്രഹ്മസമാജത്തിന്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് സതിയും ശൈശവ വിവാഹവും അവസാനിപ്പിക്കുക. ഇത് മൂന്നും എന്താണ്? ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകളാണ്. ബാക്കി 2 നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ, 3 വെച്ചേ തന്നിട്ടുള്ളൂ. സോ 3 ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ അവിടെ വെച്ച് നിർത്തുക. ബാക്കി നിങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് നോക്കണ്ട. ആദ്യത്തെ 3 ശരിയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ C ആണ്. 1, 2, 3 എന്ന് പറയുന്ന ഉത്തരമാണ് ശരി കേട്ടോ. ഓപ്ഷൻ C ആണ് ശരി. ഓക്കെ, ബാക്കി 2 എന്തല്ല? ഇവരുടെ ലക്ഷ്യവുമല്ല, ബ്രഹ്മസമാജത്തെ പറ്റിയുള്ളതുമല്ല. ഓക്കെ ആണല്ലോ. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തൊക്കെ പഠിക്കണം? ആദ്യം ഈ തന്നിരിക്കുന്ന ഈ പ്രസ്താവനകൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാലോ. ശ്രദ്ധിച്ചേ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയി, അതായത് ഇന്ത്യൻ നവോത്ഥാനത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിലൊരു ചോദ്യം രാജാറാം മോഹൻ റോയി ആയിരിക്കും. കാരണം എന്താണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ്. അദ്ദേഹം 1828 കൊൽക്കത്തയിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. 1828 കേട്ടോ, വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1828 എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കൊൽക്കത്തയിൽ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾ തുടച്ചു മാറ്റുകയും സമൂഹത്തെ പരിഷ്കരിക്കുകയും ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ തുടച്ചു മാറ്റുകയും സമൂഹത്തെ പരിരക്ഷിക്കുകയും, അതായത് ഹിന്ദുമതത്തിലുള്ള ദുരാചാരങ്ങൾ ഏതൊക്കെയായിരുന്നു? സതി, ശൈശവ വിവാഹം എന്നിവ. അതാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്? ബ്രഹ്മസമാജം എതിർത്തിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ പ്രസ്താവനകളൊക്കെ ഒന്ന് വിശകലനം ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന നോക്കിയേ, ആദ്യത്തെ പ്രസ്താവന എന്തായിരുന്നു? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക. ശരിയാണല്ലോ. ബ്രഹ്മസമാജം ജാത്യതീയമായ വേർതിരിവുകളെ ശക്തമായി ചോദ്യം ചെയ്യുകയും മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തു. ബ്രഹ്മസമാജം എന്താ ചെയ്തിരുന്നത്? ജാതീയതീയമായിട്ടുള്ള വേർതിരിവുകളെ ശക്തമായി ചോദ്യം ചെയ്യുകയും മനുഷ്യരെല്ലാവരും ഒന്നാണെന്ന സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായി. ഇനി രണ്ടാമത്തെ നോക്കിക്കേ, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക. സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി ബ്രഹ്മസമാജം ശക്തമായി നിലകൊണ്ടിട്ടുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടി ബ്രഹ്മസമാജം ശക്തമായിട്ട് നിലകൊണ്ടിട്ടുണ്ട്.
ഇനി മൂന്നാമത്തേൽ എന്താ പറഞ്ഞിരുന്നത്? സതി, ശൈശവിവാഹം എന്നിവ അവസാനിപ്പിക്കുക അല്ലേ. ബ്രഹ്മസമാജത്തിന്റെ തന്നെ ഏറ്റവും വലിയ ചരിത്രപരമായ നേട്ടമാണ് കേട്ടോ ഈ പറയുന്ന സതി നിർത്തലാക്കിയത്. ഓക്കെ, അത് എപ്പോഴും ചോദിക്കുന്നതാണ്, ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യമാണ്. രാജാറാം മോഹൻ റോയ് ശൈശവിവാഹം അല്ലെങ്കിൽ സതി നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചത്. അദ്ദേഹമല്ല അത് നിർത്തലാക്കിയത്. അദ്ദേഹം ആ നിർത്തലാക്കലിന് വേണ്ടിയിട്ട് കഠിനമായി പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന സതി നിർത്തലാക്കിയത്. പക്ഷേ സതി നിർത്തലാക്കിയത് ഒരു കാരണവശാലും ആരല്ല? രാജാറാം മോഹൻ റോയ് അല്ല. അതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചേ, ബ്രഹ്മസമാജത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ചരിത്രപരമായ നേട്ടമാണിത്. രാജാറാം മോഹൻ റോയിയുടെ കഠിന ശ്രമത്തിൻ്റെ ഫലമായി 1829 വില്യം ബെൻഡിക് ആണ് കേട്ടോ. വില്യം ബെൻഡിക് പ്രഭു സതീ നിരോധന നിയമം പാസാക്കി. അപ്പോൾ ആരാണ് സതി നിരോധന നിയമം പാസാക്കിയത് എന്ന് ചോദിച്ചാൽ അത് വില്യം ബെൻഡിക് പ്രഭുവാണ്, രാജാറാം മോഹൻ റോയ് അല്ല. അദ്ദേഹം അതിനുവേണ്ടി ശക്തമായിട്ട് പരിശ്രമിച്ച വ്യക്തിയാണ്. ശൈശവിവാഹത്തെയും ബഹുഭാര്യത്വത്തെയും സമാജം എതിർത്തിരുന്നു. ശൈശവിവാഹം അറിയാലോ, ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം നടത്തുന്നത്. ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹു എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിലധികം എന്നാണ് അർത്ഥം അല്ലേ. നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നതാണ്. ബഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുവചനം, ഒന്നിലധികം എന്നാണ് അർത്ഥം. അത് തന്നെയാണ് ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുള്ളതും ആരെതിർത്തിരുന്നു? ഈ പറയുന്ന ബ്രഹ്മസമാജം എതിർത്തിരുന്നു. പഠിച്ചു വെച്ചേക്കാട്ടോ. ഇനി നോക്കിക്കേ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു അല്ലേ. പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. അത് തെറ്റാണ്. ബ്രഹ്മസമാജം പൊതുവായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിന് ഹിന്ദു കോളേജ്, ആംഗ്ലോ ഹിന്ദു സ്കൂളുകൾ സ്ഥാപിച്ചെങ്കിലും ഇത് പ്രധാനമായും പിന്നാക്ക വിഭാഗങ്ങൾക്ക് മാത്രമായി കേന്ദ്രീകരിച്ചിരുന്ന ഒന്നായിരുന്നില്ല. പിന്നാക്ക വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനായി പ്രത്യേകം പ്രവർത്തിച്ചത് ജ്യോതിറാവു ഫുലെയുടെ സത്യശോധക് സമാജാണ്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ജ്യോതിറാവു ഫുലെയുടെ സത്യശോധക് സമാജാണ്. അതേപോലെ തന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗവും SNDPയും. ഇതും എന്താണ്? ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒന്നാണ് കേട്ടോ. SNDP, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അത് പക്ഷേ നമുക്ക് വരുന്നത് എവിടെയാണ്? കേരള ചരിത്രത്തിലാണ്. അത് നമുക്ക് അവിടെ പഠിക്കാം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് സിലബസ് ഉണ്ട്, അതിൻ്റെ ക്ലാസ്സും വരും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ് വരുന്നത്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കാണാം. ഇതിന് ശേഷമുള്ള ക്ലാസ്സുകളിലായിരിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയും അതേപോലെ തന്നെ കേരള നവോത്ഥാനവും ഇതേപോലെ തന്നെ നമ്മൾ ഇന്ത്യ പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ കേരളവും പഠിക്കും. ഓക്കെ ആണല്ലോ. സിലബസിൽ സെപ്പറേറ്റ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ വ്യക്തമായിട്ട് പഠിക്കാം. ഇനി ഇവിടെ നോക്കിക്കേ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചു. അതും തെറ്റാണ്. ഇത് ബ്രഹ്മസമാജത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരവുമായ പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനും അദ്ദേഹം നയിച്ച അലിഗഡ് പ്രസ്ഥാനവുമാണ് കേട്ടോ. എപ്പോഴും ചോദിക്കുന്നതാണ്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി ലക്ഷ്യമാക്കി പ്രവർത്തിപ്പിച്ചത് ആരാണ്? അത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അദ്ദേഹം നയിച്ച അലിഗഡ് പ്രസ്ഥാനമാണ് കേട്ടോ. അലിഗഡ് പ്രസ്ഥാനം ആരുടെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെയാണ്. ഓക്കെ ആണല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ആ ചോദ്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി അല്ലേ. എന്നാൽ ഇത്രയല്ല, നമ്മളിവിടെ നിർത്തുന്നില്ല. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എപ്പോഴും ഇന്ത്യൻ നവോത്ഥാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും പരിഷ്കർത്താക്കളും എന്ന ഭാഗത്തു നിന്ന് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് മാച്ച് ദ ഫോളോയിങ്ങോ അല്ലെങ്കിൽ ചേരുംപടി ചേർക്കലോ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന സംഘടനകളും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരും തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, കുറേയൊക്കെ പ്രധാനപ്പെട്ടതാണ്, കുറച്ചെണ്ണം പ്രധാനപ്പെട്ടതല്ല. എന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുവിധമെല്ലാം ഞാൻ തരുന്നുണ്ട്. ദേ ഇവിടെ നോക്കിക്കേ, ആദ്യം തന്നിരിക്കുന്നത് പ്രസ്ഥാനമാണ് കേട്ടോ. ഇത് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. പ്രസ്ഥാനം, സ്ഥാപകൻ, വർഷം. ഓക്കെ, അതാണ് നമുക്ക് ഒരു ഭാഗമായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ ആസ്ഥാനം കൂടെ വരുന്നുണ്ട്. ഈ 4 എണ്ണമാണ് ഒരു സെക്ഷൻ. ഇതിന് ശേഷം ഇപ്പുറത്ത് വരുന്നത് രണ്ടാം ഭാഗമാണ്. അത് പിന്നെ ശ്രദ്ധിക്കാം. ഇവിടെ നോക്കിക്കേ, ബ്രഹ്മസമാജം ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് അല്ലേ. 1828 കൊൽക്കത്തയാണ്, ബംഗാളിലെ കൊൽക്കത്തയിലാണ് ആസ്ഥാനം. രണ്ടാമത് പഠിക്കേണ്ടത് ആര്യസമാജമാണ്. ആര്യസമാജവും ബ്രഹ്മസമാജം പോലെ എപ്പോഴും ചോദിക്കുന്നതാണ്. ആരാണ് സ്ഥാപകൻ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് കേട്ടോ. ആര്യസമാജം എന്ന് പറയുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 1875 മുംബൈ ആണ്. പിന്നീട് അത് ലാഹോറിലേക്ക് മാറ്റുന്നുണ്ട് ആസ്ഥാനത്തെ. ഇനി പ്രാർത്ഥനാ സമാജമാണെങ്കിലോ, പ്രാർത്ഥനാ സമാജവും ഇതുപോലെ എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് കേട്ടോ. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. ആത്മീയമായി ചെയ്യുന്ന കാര്യമല്ലേ പ്രാർത്ഥന. അങ്ങനെ ആലോചിച്ചാൽ മതി. ആത്മീയമായി ചെയ്യുന്ന കാര്യമാണ് പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത് ആത്മാറാം പാണ്ഡുരംഗ് 1867 മുംബൈ, മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. ഇനി രാമകൃഷ്ണ മിഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. സ്വാമി വിവേകാനന്ദനാണ്. 1897 ബേലൂർ മഠത്തിലാണ് കേട്ടോ. ബംഗാളിലെ ബേലൂർ മഠമാണ് ആസ്ഥാനം. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്.
ഓക്കെ, ഇനി സത്യശോധക് സമാജ്, ശക്തിശോധക് സമാജ് ആരാണ്? അത് ജ്യോതിറാവ് ഫുലെയാണ് അല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതാണ്. 1873 പൂനെയാണ് ആസ്ഥാനം, മഹാരാഷ്ട്രയിലെ പൂനെയാണ്. ഇനി അലിഗഡ് പ്രസ്ഥാനം ആരാണ്? അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് കേട്ടോ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1875 അലിഗഡിൽ തന്നെയാണ്, ഉത്തർപ്രദേശ്. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലവസ്കി ആണ്, കേണൽ ഓൾക്കോട്ട് ഉണ്ട്. 1875 അടയാറായിരുന്നു കേട്ടോ, ചെന്നൈയിലെ അടയാറാണ്. അത് 1882 മുതലാണ് ഈ പറയുന്ന ചെന്നൈ ആയത്. ഓക്കെ, ഇനി ആത്മീയ സഭയാണെങ്കിലോ, ആത്മീയ സഭ അതും രാജാറാം മോഹൻ റോയി ആണ് തുടങ്ങിയിരിക്കുന്നത്. ആത്മീയ സഭ 1815 കൊൽക്കത്തയിലാണ് ആരംഭിച്ചത്. ആത്മീയ സഭ ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ ഡൗട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് അടിച്ച് കേൾക്കുക കേട്ടോ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യാനുണ്ട്. ഞാൻ വീണ്ടും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നില്ല, വലിച്ചു നീട്ടുന്നില്ല. ഓക്കെ അല്ലേ? കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. തത്വബോധിനി സഭ ആരുടെയാണ്? ദേബേന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ദേബേന്ദ്രനാഥ ടാഗോർ ആണ്, ദേബേന്ദ്രയാണ് കേട്ടോ, ദേബേന്ദ്ര. തത്വബോധിനി സഭ 1839 കൊൽക്കത്ത. ഇനി യങ് ബംഗാൾ പ്രസ്ഥാനം ആരുടെയാണ്? യങ് ബംഗാൾ ഹെൻറി വിവിയൻ ഡെറോസിയോയുടെയാണ് യങ് ബംഗാൾ പ്രസ്ഥാനം. 1826 കൊൽക്കത്ത. ദേവസമാജം ആരുടെയാണ്? ശിവനാരായൺ അഗ്നിഹോത്രിയാണ് കേട്ടോ. ദേവസമാജം ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. 1887 ലാഹോറിലാണ്. സേവാസദൻ ആരുടെയാണ്? അത് ബെഹ്റാംജി എം മലബാറിയാണ് കേട്ടോ. ബെഹ്റാംജി എം മലബാറിയുടെയാണ്. 1908 മുംബൈയാണ് ആസ്ഥാനം. ഓക്കെ, ഇതിൽ ഒരുപാടെണ്ണം ചോദിച്ചതാണ്, ഒരുപാടെണ്ണം ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതാണ് ഓവറോൾ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും നേതാക്കളും എന്ന് പറയുന്നത് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമ്മളൊരു ചോദ്യം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇന്ത്യൻ നവോത്ഥാനം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. തീർച്ചയായും എല്ലാം പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ നവോത്ഥാനത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ഓക്കെ, ഷുവറാണ്, സിലബസ് തന്നിരിക്കുന്ന കാര്യമാണ്. അത് ഇതുവരെ എല്ലാ എക്സാമുകളിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, റിവിഷനായിട്ട് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഞാനിവിടെ പറയുന്ന ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് വെക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ കുറവാണ്. ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോസിനെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓരോ വീഡിയോ കാണുന്തോറും അതിൻ്റെ നിങ്ങൾ കാണുന്നതും നിങ്ങളുടെ റെസ്പോൺസും വളരെ കുറഞ്ഞു വരുവാണ്. എന്നിരുന്നാലും നമ്മൾ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊണ്ടുവരുന്നത്. സോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വേണം. അതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമ്മുടെ ലൈവ് സെക്ഷനൊക്കെ അറിയാൻ വേണ്ടിയാണ് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുന്നത്. നമ്മൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ മാത്രമല്ല ലൈവ് ക്ലാസ്സസും എടുത്തിട്ടുണ്ട്. അതും നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ് സ്വരാജ് പാർട്ടി. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിക്ക് എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആരാണത്? അത് CR ദാസും മോത്തിലാൽ നെഹ്റുവാണ് അല്ലേ. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. 3ഉം 4ഉം എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. CR ദാസും മോത്തിലാൽ നെഹ്റുവാണ് കേട്ടോ. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് ഇതിൻ്റെ നേതാക്കൾ. സ്വരാജ് പാർട്ടിയുടെ 1923. പഠിക്കണ്ടേ? പഠിക്കാം. നോക്കിക്കേ, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിൽ കോൺഗ്രസിനുള്ള ഒരു വിഭാഗം നേതാക്കൾക്ക് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. നിയമസഭകൾ ബഹിഷ്കരിക്കുന്ന ഗാന്ധിജിയുടെ രീതിക്ക് പകരം കൗൺസിലുകൾ അഥവാ നിയമസഭകളിൽ മത്സരിച്ച് പ്രവേശിച്ച് ഉള്ളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. ഓക്കെ മക്കളെ, നമ്മളെ ഗാന്ധിജിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലൈവ് എടുത്തിട്ടുണ്ട്. അതായത് 2021 മുതൽ 25 വരെ ഗാന്ധിജിയെക്കുറിച്ച് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും എപ്പോഴും ഗാന്ധിജി ഒരു ചോദ്യമായി വരുന്നത് കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായി ഗാന്ധിജിയെക്കുറിച്ച് മാത്രം ഒരു ലൈവ് എടുത്തിട്ടുണ്ട്. ആ ലൈവിൽ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു, നിസ്സഹകരണ സമരം അവസാനിപ്പിക്കുന്നത് ചൗരി ചൗരയെ തുടർന്ന്. ചൗരി ചൗര എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ പറയുന്ന ജാലിയൻ വാലാബാഗിനെ കണക്ട് ചെയ്താണ്. ജാലിയൻ വാലാബിന് ശേഷം ചൗരി ചൗര, അതിനുശേഷം നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കുന്നു. അതിനുശേഷം ഉണ്ടായ കാര്യമാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ക്ലാസ് കണ്ടിരിക്കണേ. ഗാന്ധിജിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇത് രൂപീകരിച്ചത്, അതായത് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923 ജനുവരി 1 കേട്ടോ. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്.
ആരൊക്കെയാണ് സ്ഥാപകര്? CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ് സ്ഥാപകൻ. ഇനി പദവികൾ എന്തൊക്കെയാണ്? ഈ പറയുന്ന CR ദാസ് സ്വരാജ് പാർട്ടിയുടെ പ്രസിഡന്റും മോത്തിലാൽ നെഹ്റു അതിൻ്റെ സെക്രട്ടറിയുമായിരുന്നു. ഇനി ലക്ഷ്യം എന്താണ്? കൗൺസിൽ പ്രവേശനത്തിലൂടെ ബ്രിട്ടീഷ് നയങ്ങളെ നിയമസഭയ്ക്കുള്ളിൽ തടസ്സപ്പെട്ടു. കൗൺസിൽ പ്രവേശനത്തിലൂടെ ബ്രിട്ടീഷ് നയങ്ങളെ നിയമസഭയ്ക്കുള്ളിൽ തടസ്സപ്പെട്ടു. ഇതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് 1925 CR ദാസിൻ്റെ മരണത്തോടെ സ്വരാജ് പാർട്ടിയുടെ സ്വാധീനം കുറയുകയും പിന്നീട് ഇവർ കോൺഗ്രസിൽ ലയിക്കുകയും ചെയ്തു. 1925 ആര് മരണപ്പെട്ടു? CR ദാസ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണത്തോടെ സ്വരാജ് പാർട്ടിയുടെ സ്വാധീനം കുറയുകയും ഇവർ പിന്നീട് കോൺഗ്രസിൽ ലയിക്കുകയുമാണ് ചെയ്തത്. ഇനി ഇതിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഈ പറയുന്ന മാറ്റം ആഗ്രഹിച്ചവരും മാറ്റം ആഗ്രഹിക്കാത്തവരും, അഥവാ പ്രോ ചേഞ്ചേഴ്സും നോ ചേഞ്ചേഴ്സും. ഈ പ്രോ ചേഞ്ചേഴ്സ് എന്ന് പറയുന്ന വ്യക്തികളാണ് നിയമസഭാ പ്രവേശനത്തെ അനുകൂലിച്ചവർ. നിയമസഭാ പ്രവേശനത്തെ അനുകൂലിച്ച വ്യക്തികളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഹക്കീം അജ്മൽ ഖാൻ എന്ന് പറയുന്ന വ്യക്തികൾ കേട്ടോ. ഇവരൊക്കെ എന്താണ്? നിയമസഭാ പ്രവേശനത്തെ അനുകൂലിച്ചവരാണ്. അതായത് നിയമസഭയ്ക്കുള്ളിൽ നിന്ന് പോരാടാമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഈ പറയുന്ന വ്യക്തികൾ. CR ദാസ്, മോത്തിലാൽ നെഹ്റു, ഹക്കീം അജ്മൽ ഖാൻ. ഇനി മാറ്റം ആഗ്രഹിക്കാത്തവർ, അതായത് ഗാന്ധിജിയുടെ ബഹിഷ്കരണ നയങ്ങളിൽ ഉറച്ചു നിന്നവർ ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ C രാജഗോപാലാചാരി ഉണ്ട്, സർദാർ വല്ലഭായ് പട്ടേൽ ഉണ്ട്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉണ്ട്. ഇവരെല്ലാവരും എന്താണ്? ഗാന്ധിജിയുടെ ബഹിഷ്കരണ നയങ്ങളിൽ ഉറച്ചു നിന്ന വ്യക്തികളാണ്. ഗാന്ധിജിയുടെ രീതിയാണ് ശരി എന്ന് പറഞ്ഞു നിന്ന വ്യക്തികളാണ് C രാജഗോപാലാചാരി, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഒരുപാട് തവണ റിപ്പീറ്റ് വന്ന ചോദ്യമാണ്. 10th പ്രിലിംസിന് മാത്രമല്ല, എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, DK കാർവെയാണ് കേട്ടോ. DK കാർവെയാണ്. DKK എന്ന് പഠിച്ചു വെച്ചാലും മതി. DK കാർവെയാണ് കേട്ടോ. DK കാർവെ. ഓക്കെ ആണല്ലോ. അതുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടേ? ഇതെവിടെ നോക്കിയേ. ഇന്ത്യയിൽ സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും വിധവ പുനർവിവാഹത്തിനുമായി ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവാണ് മഹർഷി ദൊണ്ടോ കേശവ് കാർവെ എന്ന് പറയുന്നത്. മഹർഷി ദൊണ്ടോ കേശവ് കാർവെ എന്ന് പറയുന്നതാണ് DK കാർവെയുടെ ഫുൾ ഫോം കേട്ടോ. ദൊണ്ടോ കേശവ് കാർവെ, അതാണ് DK കാർവെ എന്ന് പറയുന്നത്. ഇനി വനിതാ സർവകലാശാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1916 മഹാരാഷ്ട്രയിൽ പൂനെയിൽ അദ്ദേഹം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. പൂനെയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല. പിന്നീട് SNDT അഥവാ ശ്രീമതി നഥിബായ് ദാമോദർ താർക്കസി, എന്താ പറയുന്നത്? ശ്രീമതി നഥിബായ് ദാമോദർ തർക്കസി വുമൺസ് യൂണിവേഴ്സിറ്റി എന്ന പേരിൽ അറിയപ്പെട്ടു കേട്ടോ. SNDT വുമൺസ് യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് പിന്നീട് അത് അറിയപ്പെട്ടത്. ഇനി വിധവാ പുനർവിവാഹത്തെക്കുറിച്ച്, വിധവകളുടെ ക്ഷേമത്തിനായി വിധവാ വിവാഹ തേജക് മണ്ഡലി, അതായത് വിധവകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് വിധവാ വിവാഹോത്തേജക് മണ്ഡലി എന്ന് പറയുന്നത്, അതായത് വിഡോസ് മാരേജ് അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? അതും DK കാർവെയാണ് കേട്ടോ. ഒരു വിധവയെ അദ്ദേഹം സ്വന്തം വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു വിധവയെയാണ് അദ്ദേഹം സ്വയം വിവാഹം കഴിക്കുകയും ചെയ്തത്. ഇനി ഭാരത് രത്ന അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ജന്മശതാബ്ദി വർഷമായ 1958 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് കേട്ടോ. 1958 ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്ന ആർക്ക് നൽകുന്നത്? DK കാർവെക്ക് നൽകുന്നത്, അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷത്തിൽ കേട്ടോ. ഓക്കെ, ഭാരതരത്ന ലഭിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഭാരതരത്ന ലഭിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യങ്ങൾ? ഇനി ഇവിടെ നോക്കിക്കേ, നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റു കുറച്ച് പേരാണ്, നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത കുറച്ച് പേരാണ്. ബാലഗംഗാധര തിലകൻ, അദ്ദേഹത്തെക്കുറിച്ച് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. നിങ്ങൾ പഠിച്ചു വെക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ബാലഗംഗാധര തിലകനെ കുറിച്ച് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ബാലഗംഗാധര തിലകനാണ്. ഹോം റൂൾ പ്രസ്ഥാനം, ശിവജി ഉത്സവം, ഗണേശോത്സവം എന്നിവയിലൂടെ ജനങ്ങളെ ഉണർത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ബാലഗംഗാധര തിലകനാണ്. ഹോം റൂൾ പ്രസ്ഥാനം, ശിവജി ഉത്സവം, ഗണേശോത്സവം എന്നിവയിലൂടെ ജനങ്ങളെ ഉണർത്തി. കേസരി, മറാഠ എന്നീ പത്രങ്ങൾ ആരുടെയാണ്? അത് ബാലഗംഗാധര തിലകനെയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. കേസരി, മറാഠയൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. ബാലഗംഗാധര തിലകന്റെ പത്രങ്ങളാണ്. ഇനി GG അഗാർക്കർ ആരാണ്? GG അഗാർക്കർ എന്ന് പറയുന്നത് ഗോപാൽ ഗണേഷ് അഗാർക്കർ ആണ് കേട്ടോ.
അദ്ദേഹം മഹാരാഷ്ട്രയിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയാണ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാളും സുധാരക് എന്ന പത്രത്തിന്റെ പത്രാധിപരുമായിരുന്നു ജെ.ജി. അഗാർക്കർ എന്ന് പറയുന്ന വ്യക്തി. ഇനി മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് കേട്ടോ. ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്ന്. ആരുടെയാണ്? മൗലാന അബുൽ കലാം ആസാദിന്റെയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് കേട്ടോ. നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ ആണല്ലോ. ആ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയി, വളരെ വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു ബാലഗംഗാധര തിലക്, ജെ.ജി. അഗാർക്കർ, മൗലാന അബുൽ കലാം ആസാദ്. അവരെക്കുറിച്ചും പഠിച്ചു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചേ, അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? ചിത്രങ്ങൾ ചോദിക്കൂ കേട്ടോ. ഓക്കെ, സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്ന നിർണായക പങ്കുവഹിച്ച ഭാരത് മാത എന്ന ചിത്രം, ഭാരത് മാതയാണ് കേട്ടോ. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ആരാണ് അത്? അപനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്, മാറിപ്പോവരുത്. നമുക്ക് നന്ദലാൽ ബോസ് ഒക്കെ ഉണ്ട് ഓപ്ഷനിൽ, തെറ്റിക്കരുത്. ഓപ്ഷൻ ബി ആണ്, അപനീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരത് മാത. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കിയേ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയബോധം ഉണർത്തുന്നതിനായി ഭാരതത്തെ ഒരു ദേവിയായി ചിത്രീകരിച്ച പ്രശസ്തമായ ചിത്രമാണ് ഭാരത് മാത. ഈ ചിത്രം വരച്ചത് അപനീന്ദ്രനാഥ ടാഗോർ ആണ്. അത് ഏത് വർഷത്തിലായിരുന്നു? 1905 അദ്ദേഹം ഈ ചിത്രം വരച്ചത്. 1905 അദ്ദേഹം ഈ ചിത്രം വരച്ചത്. ബംഗാൾ വിഭജനത്തിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളുടെ അഥവാ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പെയിന്റിങ് ജനശ്രദ്ധ നേടുന്നത്. സ്വദേശി പ്രസ്ഥാനം അറിയാലോ അല്ലെ, ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെടുത്തി വരുന്നൊരു കാര്യമാണ് സ്വദേശി പ്രസ്ഥാനം. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ഭാരത് മാത എന്ന പെയിന്റിങ് ശ്രദ്ധ നേടുന്നത്. ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്താണ്? പരമ്പരാഗത ഇന്ത്യൻ ശൈലിയിൽ വരച്ച ഈ ചിത്രത്തിൽ 4 കൈകളുള്ള ഒരു സന്യാസിയുടെ രൂപത്തിലാണ് ഭാരതമാതാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കൈകളിൽ അന്നം, ഒരു കൈകളിൽ എന്താണ്, അതായത് ഒരു കൈയിൽ അന്നം നെൽക്കതിരാണ്, മറ്റു കയ്യിൽ വസ്ത്രം അഥവാ വെള്ളത്തുണി, മൂന്നാമത്തെ കയ്യിൽ ജ്ഞാനമാണ്, പുസ്തകമുണ്ട്, ആത്മീയതയുടെ ജപമാലയും ഒരു കയ്യിലുണ്ട്. ഇതായിരുന്നു ഭാരത് മാത എന്ന് പറയുന്ന ചിത്രം കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ചിത്രം കാണാൻ കഴിയും. അതിൻ്റെ ആവശ്യമില്ലാതാണ് ഇവിടെ കൊടുക്കാത്തത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 4 കൈകളുള്ള രൂപത്തിലായിരുന്നു ഈ പറയുന്ന ഭാരത് മാത അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രാധാന്യം എന്താണ്? ഇന്ത്യൻ നാഷണലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യപ്രതീകമായിട്ട് ഈ ചിത്രം മാറി. ഇന്ത്യൻ നാഷണലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷ്വൽ സിംബലായിട്ട് ഈ ചിത്രം മാറുകയാണ് പിന്നീട് ഉണ്ടായത്. ഭാരത് മാത ആരാണ് വരച്ചത്? അപനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഇനി മറ്റു ഓപ്ഷൻ ഉണ്ടായിരുന്ന പ്രധാന കാര്യങ്ങൾ നോക്കാലോ. രാജാ രവിവർമ്മയുടെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ നിന്നുള്ള വിഖ്യാതനായ ചിത്രകാരനാണ് രാജാ രവിവർമ്മ. ഇന്ത്യൻ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾക്ക് പാശ്ചാത്യ ഓയിൽ പെയിന്റിംഗ് ശൈലിയുടെ ജീവൻ നൽകിയ വ്യക്തി. ലിത്തോഗ്രാഫിക് പ്രസ് ആരംഭിച്ച സാധാരണക്കാരിലേക്ക് ചിത്രങ്ങൾ എത്തിച്ച വ്യക്തി കൂടി ആരാണ്? രാജാ രവിവർമ്മയാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ പറയേണ്ട കാര്യമില്ല, കാരണം അത് കേരളവുമായി ബന്ധപ്പെട്ടതല്ലേ, അതുകൊണ്ടാണ് പറയാഞ്ഞത്. ഇനി നന്ദലാൽ ബോസ്. അപനീന്ദ്രനാഥ ടാഗോറിന്റെ പ്രമുഖ ശിഷ്യനാണ് ആര്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ പ്രതി അഥവാ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ചിത്രങ്ങളാൽ അലങ്കരിച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദലാൽ ബോസ് ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിൽ ചിത്രങ്ങൾ വരച്ചത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്ദലാൽ ബോസ് ആണ്. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ആസ്പദമാക്കി അദ്ദേഹം വരച്ച ലിനോക്കട്ട് ചിത്രം വളരെ പ്രസിദ്ധമാണ് കേട്ടോ. ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ആസ്പദമാക്കി അദ്ദേഹം വരച്ച ലിനോക്കട്ട് ചിത്രം വളരെ പ്രശസ്തമാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചിത്രങ്ങളുണ്ട് കേട്ടോ. ആ ചിത്രങ്ങളെല്ലാം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കുറച്ച് ചിത്രങ്ങളുണ്ട്, എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ത് ചെയ്യുക, അതുകൂടെ ചേർത്ത് പഠിച്ചു വെച്ചേക്കുക. നന്ദലാൽ ബോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അമൃത ഷെർഗിൽ. ഇന്ത്യയുടെ ഫ്രിഡ കാഹ്ലോ എന്നറിയപ്പെടുന്ന പ്രശസ്ത വനിതാ ചിത്രകാരിയാണ് അമൃത ഷെർഗിൽ. 20ാം നൂറ്റാണ്ടിലെ ഇന്ത്യൻ ചിത്രകലയിലെ സുപ്രധാന മുഖം കൂടിയായിരുന്നു അമൃത ഷെർഗിൽ. ഇവർ വരച്ച ചിത്രങ്ങൾ ഒരുപാടെണ്ണമുണ്ട്. അതും എന്ത് ചെയ്തിട്ടില്ല, ഞാൻ എടുത്ത് പറയുന്നില്ല, അത് ചോദ്യമായി അധികം കാണുന്നില്ല. എന്നിരുന്നാലും എന്ത് ചെയ്യുക, പഠിക്കാൻ സമയമുള്ളവർ തീർച്ചയായിട്ടും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. അതിനു മുമ്പ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുവാണ്, ഇതുവരെയും ലൈക്ക് അടിക്കാത്തവർ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. നമുക്ക് ഡെയിലി ക്ലാസ്സസ് ഉണ്ട്. എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ് 8:17 തന്നെയാണ് വരുന്നത് കേട്ടോ. രാവിലെ 8:17. ഇനി എന്തെങ്കിലും ചേഞ്ചസ് ലൈവ് സെക്ഷനിലുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ എന്നെ ചെയ്ത് വെച്ചേക്കാം. നമ്മൾ ലൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. 10th പ്രിലിംസ് എന്ന് പറയുന്നത് തന്നെയാണ് പ്ലേലിസ്റ്റ്. അവിടെ എന്ത് ചെയ്യാം, ഞാനിത് ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനായിട്ടും കാണാൻ കഴിയും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ
കയറുക. കോഴ്സ് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ, ആ പ്ലേലിസ്റ്റ് തന്നെ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം. ഓക്കെ, ഇന്ത്യൻ പ്രസ്ഥാനത്തിൻ്റെ കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ് പ്രാദേശിക പത്രഭാഷാ നിയമം. പ്രാദേശിക ഭാഷാ പത്ര നിയമം എന്ന് പറയുന്നത് അത് നിലവിൽ വന്ന വർഷമാണ് ചോദിക്കുന്നത്. എപ്പോഴാണ് നിലവിൽ വന്നത്? ഓപ്ഷൻ ബി ആണ്, 1878 ആണ് കേട്ടോ. 1878 പഠിക്കണ്ടേ? ഇതാ നോക്കിക്കേ. ഇന്ത്യൻ പ്രാദേശിക ഭാഷാ പത്രങ്ങളുടെ സ്വാതന്ത്ര്യം തടയുന്നതിനായി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന കരി നിയമമാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം. വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയും കേട്ടോ. വെർണാക്കുലർ പ്രസ് ആക്ട് വർഷം 1878 കൊണ്ടുവന്ന വൈസ്രോയി ആരാണെന്ന് ചോദിക്കാറുണ്ട്. അത് ലിറ്റൻ പ്രഭു ആണ് കേട്ടോ. ലോർഡ് ലിറ്റൻ ആണ്. ലിറ്റൻ പ്രഭു ആണ്. ലിറ്റൻ. ഓക്കെ, ലിറ്റൻ എന്ന് പറയും, ലിട്ടൻ എന്ന് പറയും കേട്ടോ. ലിട്ടൻ എന്നും പറയും, രണ്ടും ശരിയാണ്. ലിറ്റൻ. ഓക്കെ, ഇതാണ് സ്പെല്ലിംഗ്. ലിറ്റൻ. ലോർഡ് ലിറ്റൻ. ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെയുള്ള പ്രാദേശിക ഭാഷകളിൽ വാർത്തകൾ വരുന്നത് തടയുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതായത് ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരെയുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്ന എന്താണ്? പ്രാദേശിക ഭാഷയിലുള്ള വാർത്തകൾ പത്രങ്ങളിലായിരുന്നു. അത് തടയുകയായിരുന്നു ആരുടെ ലക്ഷ്യം? ലിറ്റൻ പ്രഭുവിൻ്റെ ലക്ഷ്യം. ഇനി തൂക്കുമര നിയമം ആരുടെയാണ്? പത്രങ്ങളുടെ വായ് മൂടിക്കെട്ടിയ ഈ നിയമം തൂക്കുമര നിയമം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഗേജിംഗ് ആക്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ഗേജിംഗ് ആക്ടും എന്നും അറിയപ്പെടുന്നുണ്ട്. തൂക്കുമര നിയമം എന്നും അറിയപ്പെടുന്നത് ഈ പറയുന്ന വെർണാക്കുലർ പ്രസ് ആക്ട് ആണ്. ഇനി അമൃത ബസാർ പത്രികയുടെ മാറ്റം. ഈ നിയമത്തിൽ നിന്നും രക്ഷപ്പെടാനായി രാത്രിക്കു രാത്രി ഒരൊറ്റ ദിവസം കൊണ്ട് തങ്ങളുടെ പത്രത്തിൻ്റെ ഭാഷ ബംഗാളിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റിയ പ്രശസ്ത പത്രമാണ് അമൃത ബസാർ പത്രിക. അതൊന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. റാങ്ക് മേക്കിംഗ് ചോദ്യമായി ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരൊറ്റ ദിവസം തങ്ങളുടെ പത്രത്തിൻ്റെ ഭാഷ ബംഗാളിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് മാറ്റിയ പ്രശസ്ത പത്രമാണ് അമൃത ബസാർ പത്രിക എന്ന് പറയുന്നത്. ഇനി നിയമം റദ്ദാക്കിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. 1882 റിപ്പൺ പ്രഭുവാണ് ഈ കരി നിയമം റദ്ദാക്കുകയും പത്രസ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ 1882 റിപ്പൺ പ്രഭു എന്ത് ചെയ്യുന്നത്? ഈ കരി നിയമം റദ്ദാക്കുകയും പത്രസ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, മറ്റ് ഓപ്ഷനിൽ പറഞ്ഞിരുന്ന വർഷങ്ങളുടെ പ്രത്യേകത എന്താണ്? 1809 പ്രത്യേകത എന്താണ്? രാജാറാം മോഹൻ റോയ് തൻ്റെ പ്രശസ്തമായ ഗിഫ്റ്റ് ടു മോൺതീറ്റസ് എന്ന് പറയുന്ന പുസ്തകം പേർഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച വർഷമാണ് 1809. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. 1885 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകരിക്കപ്പെട്ട ചരിത്രപ്രസിദ്ധമായ വർഷമാണ് 1885 കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദിവസം കൂടെ പഠിച്ചു വെച്ചേക്കുക. ഡിസംബർ 28 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC രൂപീകരിക്കപ്പെട്ടത്. ഇനി 1924 ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനമായ ബെൽഗാം കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷമാണ് 1924. അതുകൂടെ ഓർത്തു വെച്ചേക്കുക കേട്ടോ. ഗാന്ധിജി ഒരേ ഒരു INC സമ്മേളനത്തിൻ്റെ പ്രസിഡന്റേ ആയിട്ടുള്ളൂ. അത് ബെൽഗാം സമ്മേളനമാണ്. 1924 കേരളത്തിൽ ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതും ഏത് വർഷം തന്നെയാണ്? 1924 കേട്ടോ. എന്നാൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന 1925. ഓക്കെ, അതുകൊണ്ട് 2 വർഷം 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിൽക്കുന്നത്. അത് നമ്മളിവിടെ പഠിക്കും. ഈ കേരള ഹിസ്റ്ററി ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ പറഞ്ഞ കാര്യം കൂടിയാണ് കേട്ടോ. കേരള ഹിസ്റ്ററിയുടെ ഒരുപാട് ക്ലാസ്സിൽ നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ വർഷം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ സിലബസിലുള്ളതാണല്ലേ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു എന്നാണ് ചോദ്യം. എന്നാണത്? അത് 1951 to 52 കേട്ടോ. 1951 to 52 സ്വതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ അല്ലേ? ഇതിവിടെ നോക്കിക്കേ. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ചരിത്രപ്രസിദ്ധമായ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയുള്ള കാലയളവിലാണ്. എപ്പോഴാണ് നടക്കുന്നത്? 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ. വർഷമാണ് ഇമ്പോർട്ടൻ്റ്. ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാട്ടോ പല കാര്യങ്ങളിലും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? വർഷം പഠിച്ചു വെച്ചേക്കുക. 51 to 52.
ഇനി ഈ കാലയളവിൽ എന്തൊക്കെ നടന്നു? ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും 1952 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നതെങ്കിലും ഹിമാചൽ പ്രദേശിലെ മഞ്ഞുരുകുന്നതിന് മുമ്പ് വോട്ട് രേഖപ്പെടുത്തുന്നതിനായി 1951 ഒക്ടോബറിൽ തന്നെ അവിടുത്തെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു. അതിനാലാണ് ഇത് 1951-52 പൊതുതിരഞ്ഞെടുപ്പ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നോർമലി നടന്നത് എപ്പോഴാണ്? 1952 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. എന്നാൽ ഹിമാചൽ പ്രദേശിൽ മഞ്ഞുരുകുന്നതിന് മുമ്പ് വോട്ടെടുപ്പ് രേഖപ്പെടുത്തുന്നതിനായിട്ട് 1951 ഒക്ടോബറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ മൊത്തം വോട്ടെടുപ്പ് എന്ന് കണക്കാക്കുന്നത് 1951-52 എന്ന് പറയുന്ന കാലഘട്ടം. ഓക്കെ ആണല്ലോ. ഇനി ഇത് എപ്പോഴും ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് ആദ്യത്തെ വോട്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയത് ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ശ്യാം ശരൺ നേഗിയാണ് കേട്ടോ. ശ്യാം ശരൺ നേഗി എപ്പോഴും ചോദിക്കുന്നതാണ്. ഇദ്ദേഹം കുറച്ചു കാലം മുമ്പാണ് മരണപ്പെട്ടതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയത് ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ശ്യാം ശരൺ നേഗിയാണ്. ഇനി ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൻ തിരഞ്ഞെടുപ്പ് വിജയകരമായി നിയന്ത്രിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ് കേട്ടോ. സുകുമാർ സെൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആണ്. ഇതിൻ്റെ ഫലമായിട്ട് വരുന്നത് ആകെയുള്ള 489 ലോക്സഭാ സീറ്റുകളിൽ 364 സീറ്റുകൾ നേടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്യുകയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ പഠിച്ചു വെച്ചേക്കുക, 489 ആണ് കേട്ടോ. 489 ലോക്സഭാ സീറ്റുകളിൽ 364 സീറ്റ് ആര് നേടി? INC നേടി. അങ്ങനെ INC അത് നേടി വിജയിക്കുകയും ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്യുകയാണ് നടക്കുന്നത്. ക്ലിയർ ആയല്ലോ പറഞ്ഞ കാര്യങ്ങൾ? ഈ ഇലക്ഷൻ എപ്പോൾ ആരംഭിച്ചു, എന്തുകൊണ്ടാണ് ആരംഭിച്ചത്, ആരാണ് ആദ്യം വോട്ട് ചെയ്തത്, ആരാണ് നിയന്ത്രിച്ചത്, ആരാണ് ജയിച്ചത്, ആരായിരുന്നു പ്രധാനമന്ത്രി, അത്രയും കാര്യങ്ങൾ വളരെ അക്യുറേറ്റായി സിമ്പിളായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ. ഇനിയും ബാക്കി ഓപ്ഷനുകൾ നോക്കാം. 1952-53 എന്ന് പറയുന്ന വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ആസൂത്രിത വികസനത്തിൻ്റെ ഭാഗമായി ആദ്യത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്ഥാപന വികസന പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ചത് 1952 ഒക്ടോബർ 2-നാണ് കേട്ടോ. ചോദിക്കാറുണ്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം 1952 ഒക്ടോബർ 2. ഈ ടോപ്പിക്കുമായി ബന്ധമില്ല, എന്നിരുന്നാലും പറഞ്ഞതേ ഉള്ളൂ. ഇനി 1954-55 എന്ന വർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങൾ അത് ചോദിക്കുന്നതാണ്. പഞ്ചശീല തത്വങ്ങൾ ചോദിക്കുന്നതാണ്. ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത് ചോദിക്കാറുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലാണ് കേട്ടോ. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29-നാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത്. ഓക്കെ ആണല്ലോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യക്ക് വേണ്ടി ഒപ്പുവെച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അതാണ് ചോദിച്ച് കാണുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. അടുത്ത ചോദ്യം നോക്കിക്കേ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ഓക്കെ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടക്കുന്നതാണ്. പക്ഷേ ചോദ്യം വന്നിരിക്കുന്നത് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലക്രമത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ കേരളം ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഈ പറയുന്ന സിലബസിൽ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ. ഓക്കെ, ആ ഡൗട്ട് ആർക്കും വേണ്ട. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തിയിട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാലഗണനയിലാക്കേണ്ടത്. നോക്കാലോ. ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആദ്യം വരുന്നത്? കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം കുണ്ടറ വിളംബരമാണ് ആദ്യം വരിക. ഓക്കെ, കുണ്ടറ വിളംബരം എന്ത് ചെയ്യും? ആദ്യം വരും അല്ലേ? ആദ്യം വരും. അതിനുശേഷം വരാൻ സാധ്യത ഏതാണ്? മലയാളി മെമ്മോറിയലാണ് അല്ലേ? മലയാളി മെമ്മോറിയലാണ്. കാരണം 1800 വർഷത്തിൽ വരുന്നത് പിന്നെ മലയാളി മെമ്മോറിയലാണ്. 1, 4 എന്ന് വരും. 1, 4 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇതാ 1, 3, 4, 2, 2, 4. ഇതാ 1, 4 ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇങ്ങനെ രണ്ട് രീതിക്ക് അല്ലെങ്കിൽ കാലഗണന അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും രണ്ടെണ്ണം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. രണ്ടെണ്ണം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അടുത്തെടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഏതാണ്? അടുത്തത് വരുന്നത് മാപ്പിള ലഹളയാണ്. 1921 മാപ്പിള ലഹള, അതായത് മലബാർ കലാപവുമായി ബന്ധപ്പെടുത്തിയിട്ട്. പിന്നെ 1924 വൈക്കം സത്യാഗ്രഹം, അതായത് അവസാനം 2 വരും, ഇവിടെ 3 വരും. 1, 4, 3, 2 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. പഠിക്കണ്ടേ? ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഇതെവിടെ നോക്കിയേ, സംഭവങ്ങളും അവിടെ നടന്ന വർഷങ്ങളുമാണ് പറയുന്നത്. കുണ്ടറ വിളംബരം 1809 ജനുവരി 11-നാണ് കേട്ടോ. 1809 ജനുവരി 11 വർഷം വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഇത് വിത്ത് ഡേറ്റ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. കുണ്ടറ വിളംബരം പഠിച്ചു വെച്ചേക്കാം. 1809 ജനുവരി 11-നാണ്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് പുറപ്പെടുവിച്ച ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനമാണ് കുണ്ടറ വിളംബരം 1809 ജനുവരി 11.
ഇനി മലയാളി മെമ്മോറിയൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേട്ടോ. 1891 ജനുവരി 1 തിരുവിതാംകൂർ സർക്കാർ ഉദ്യോഗങ്ങളിൽ പരദേശി ബ്രാഹ്മണർക്ക് മുൻഗണന നൽകുന്നതിനെതിരെ സ്വദേശികളായ മലയാളികൾക്ക് ജോലി ഉറപ്പാക്കാൻ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനമാണ്. ഇതിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. GP പിള്ളയാണ്, ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. ഓക്കെ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, വീണ്ടും പറയാത്തത്. ഓക്കെ, നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് മലയാളി മെമ്മോറിയൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, മാപ്പിള ലഹള അഥവാ മലബാർ കലാപം 1921 മലബാറിൽ ബ്രിട്ടീഷ് ഭരണത്തിനും ജന്മിത്വത്തിനുമെതിരെ നടന്ന വലിയ സായുധ പ്രക്ഷോഭമാണിത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അലി മുസ്ലിയാരും ഇതിലെ പ്രമുഖ നേതാക്കളാണ് കേട്ടോ. വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും, ആലിയാണ് കേട്ടോ, അലിയല്ല, ആലി മുസ്ലിയാർ, ഇവരൊക്കെ ഈ പറയുന്ന മാപ്പിള ലഹളയുടെ പ്രധാന നേതാക്കളാണ്. ഇനി വൈക്കം സത്യാഗ്രഹമാണെങ്കിലോ 1924 to 25 നടക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴികളിലൂടെ പിന്നാക്ക വിഭാഗക്കാർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനായി നടന്ന ചരിത്രപ്രസിദ്ധമായ സമരമാണ്. 1924 മാർച്ച് 30 ഈ സമരം ആരംഭിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ശരിയായ ക്രമം എങ്ങനെയാണ് വരുന്നത്? 1809, 1891, 1921, 1924. അതുകൊണ്ടാണ് 1, 4, 3, 2 എന്ന് പറയുന്നത് ശരിയായ ക്രമമായി മാറിയത്. ക്ലിയർ ആണല്ലോ പറയുന്നത്? സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് വർഷം പറഞ്ഞൊന്ന് കണക്ട് ചെയ്ത് അങ്ങ് പോയാൽ മതി. പക്ഷേ അത് എന്താണെന്ന് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ പറയുന്ന കാര്യങ്ങൾ? സോ ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് വെക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിച്ചിരിക്കുന്നവരും മറന്നിരിക്കുന്നവരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ മക്കളെ. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിഭാഗം 75% ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നതാണ് സത്യം. ഓക്കെ, 75% പേരും എന്ത് ചെയ്യുന്നില്ല, നിലവിൽ ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കൊണ്ടുവരുമല്ലേ. സോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് കൂടെ അടിച്ചു വെച്ചേക്കുക. നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ പേരെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ ബി ആണ്, വിശ്വഭാരതിയാണ് കേട്ടോ. വിശ്വഭാരതിയാണ്. പഠിക്കണം. പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രവീന്ദ്രനാഥ ടാഗോർ പശ്ചിമ ബംഗാളിൽ ശാന്തി നികേതനിൽ സ്ഥാപിച്ച ലോക പ്രശസ്തമായ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി രവീന്ദ്രനാഥ ടാഗോർ പശ്ചിമ ബംഗാളിൽ ശാന്തി നികേതനിൽ സ്ഥാപിച്ച ലോക പ്രശസ്തമായ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല. കണ്ടോ, ഇവിടെ നിങ്ങൾ കണ്ടോ രവീന്ദ്രനാഥ എന്ന് എഴുതിയത്? മോർ ഓവർ എല്ലാ സ്ഥലത്തും രവീന്ദ്ര എന്നത് തന്നെയാണ് കാണുന്നത് കേട്ടോ. പക്ഷേ PSC ചോദിക്കുന്ന സമയത്ത് കൂടുതലും രവീന്ദ്ര എന്ന് കണ്ടിട്ടുണ്ട്. രണ്ടും ഒരാൾ തന്നെയാണ്, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഈ പേരുകൾ പല സ്ഥലത്തും കേൾക്കുന്ന സമയത്ത് ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ അത് അങ്ങനെയാണ് ഞാൻ പഠിച്ചത്, അങ്ങനെ മാത്രമേ എഴുതൂ, അങ്ങനെ നിങ്ങൾ കരുതരുത്. PSCക്ക് ഒരുപാട് മിസ്റ്റേക്ക്. നമ്മൾ മുമ്പ് ജിയോഗ്രഫിയുടെ ക്ലാസ്സിൽ ഉപദ്വീപീയ എന്നല്ലേ നിങ്ങൾ പഠിക്കുന്നത്. PSC ചോദ്യത്തിൽ തന്നെ ഉപദ്വീപീയ എന്ന് തന്നിട്ടുണ്ട്, എന്ന് തന്നിട്ടുണ്ട്, ഉപദ്വീപീയ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനത് അവിടെ തന്നെ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുമുണ്ട്. അത് അങ്ങനെ തരുന്ന സമയത്ത് മിസ്റ്റേക്ക് അല്ല, അത് ക്യാൻസൽ ആവാൻ സാധ്യതയില്ല. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, രവീന്ദ്ര എന്ന് പറഞ്ഞാൽ ടാഗോർ തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1901 അദ്ദേഹം സ്ഥാപിച്ച ശാന്തി നികേതൻ എന്ന ചെറിയ വിദ്യാലയമാണ് പിൽക്കാലത്ത് വിശ്വഭാരതി സർവകലാശാലയായി മാറുന്നത് കേട്ടോ. 1901 അദ്ദേഹം സ്ഥാപിച്ച ശാന്തി നികേതൻ എന്ന ചെറിയ വിദ്യാലയമാണ് പിൽക്കാലത്ത് വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുന്നത്. സർവകലാശാലയെ വർഷം ചോദിക്കുകയാണെങ്കിൽ 1921 ഒരു കേന്ദ്ര സർവകലാശാലയായി ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ ആദർശം എന്താണ്? ലോകം മുഴുവൻ ഒരു ചെറിയ പക്ഷിക്കൂട് പോലെയാണ്, ഒരിടത്ത് ഒത്തുചേരുന്നു. യാത്രാ വിശ്വം ഭവതി നീടം എന്നാണ് പറയുന്നത്. നീടം എന്ന് പറയുന്നത് എന്താണ്? പക്ഷിക്കൂടിൻ്റെ പര്യായമാണ് കേട്ടോ. മലയാളത്തിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്, പ്രിലിംസിന് മലയാളമില്ല, എന്നിരുന്നാലും പറഞ്ഞതേ ഉള്ളൂ. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു കാര്യമാണ്. നീടം എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂടിൻ്റെ പര്യായമാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. യാത്രേ വിശ്വം ഭവത്യകേ നീടം. ഓക്കെ, സംസ്കൃതമാണ്. ഇനി യുനെസ്കോ പൈതൃക പദവി നേടുന്ന എപ്പോഴാണ്? 2023 ശാന്തി നികേതനെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ലോകത്തിലെ ആദ്യത്തെ ലിവിംഗ് ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി എന്ന പദവി വിശ്വഭാരതിക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ ലിവിംഗ് ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി, അങ്ങനെയും ചോദിക്കാം. ലോകത്തിലെ ആദ്യത്തെ ലിവിംഗ് ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി ഏതാണ് ചോദിച്ചാൽ അതേതാണ്? അത് വിശ്വഭാരതിയാണ്. ആരാണ് സ്ഥാപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് സ്ഥാപിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? 2023 ലഭിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഇവിടെ ചാൻസലർ
ഇതിൻ്റെ ചാൻസലർ ആരാണ്? ഇന്ത്യയിലെ മറ്റ് കേന്ദ്ര സർവകലാശാലയുടെ ചാൻസലർ രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ വിശ്വഭാരതി സർവകലാശാലയുടെ ചാൻസലർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കേട്ടോ, പ്രധാനമന്ത്രിയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, അതൊരു പ്രത്യേകതയാണ്. നോർമലി ഇന്ത്യയിലെ എല്ലാ കേന്ദ്ര സർവകലാശാലകളുടെയും ചാൻസലർ ആരാണ്? അത് രാഷ്ട്രപതിയാണ്. എന്നാൽ വിശ്വഭാരതി സർവകലാശാലയുടെ പ്രത്യേകതയാണത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കേട്ടോ ചാൻസലർ ആയിരിക്കുന്നത്. ഓക്കെ, ഇനി മറ്റു ഓപ്ഷനിലുണ്ടായിരുന്ന നളന്ദ ഓപ്ഷൻ എയിൽ തന്നിരുന്ന എന്താ പ്രത്യേകത? ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലയാണ്. ബീഹാറിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാല. ഗുപ്ത രാജാവായിരുന്ന കുമാരഗുപ്തൻ ഒന്നാമനാണ് ഈ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. കുമാരഗുപ്തൻ ഒന്നാമനാണ് സ്ഥാപിച്ചത്. 12ാം നൂറ്റാണ്ടിലെ ബക്തിയാർ ഖിൽജിയാണ് ഇത് നശിപ്പിച്ചത്. ആരാണ് ചോദിക്കാറുണ്ട്? ബക്തിയാർ ഖിൽജിയാണ് 12ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്യുന്നത്? നളന്ദ സർവകലാശാല നശിപ്പിക്കുന്നത്. ഇനി ഭാരതിയാർ യൂണിവേഴ്സിറ്റി തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ സർവകലാശാലയാണ്. പ്രശസ്ത തമിഴ് കവിയായ സുബ്രഹ്മണ്യ ഭാരതിയുടെ ഓർമ്മയ്ക്കായി 1982 ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. ഇനി ലൈസിയം എന്ന് പറയുന്നത് പുരാതന ഗ്രീസിൽ മഹാനായ തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ ഏതൻസിൽ സ്ഥാപിച്ച പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ലൈസിയം എന്ന് പറയുന്നത്. ലൈസിയം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, ഒന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. പുരാതന ഗ്രീസിലെ മഹാനായ തത്വചിന്തകനായ അരിസ്റ്റോട്ടിൽ ഏതൻസിൽ സ്ഥാപിച്ച പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനമാണ് ലൈസിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആയല്ലോ, വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ചോദിക്കുന്നത് കേട്ടോ. ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണത്? അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓപ്ഷൻ സി ആണ്, സർദാർ വല്ലഭായ് പട്ടേലാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും അഥവാ ഹോം മിനിസ്റ്ററും ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയും ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആഭ്യന്തരമന്ത്രി എന്നും ചോദിച്ചിട്ടുണ്ട്, ഉപപ്രധാനമന്ത്രി എന്നും ചോദിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ സ്വതന്ത്ര ലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 500-ലധികം നാട്ടുരാജ്യങ്ങളെ അഥവാ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ സമർത്ഥമായി ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചത് ഇദ്ദേഹമാണ്. അതിനാൽ അദ്ദേഹം ഇന്ത്യയുടെ ഇരുമ്പ് മനുഷ്യൻ, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നും ഇന്ത്യൻ ബിസ്മാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ ഏകീകരണ ദിനമായി അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 ഇന്ത്യയിലെ ദേശീയ ഏകതാ ദിനം. ചോദിക്കാറുണ്ട് കേട്ടോ. നാഷണൽ യൂണിറ്റി ഡേ ഏതാണ്? അത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31. ഏറ്റവും ഉയർന്ന പ്രതിമ ഗുജറാത്തിലെ നർമ്മദ നദിക്കരയിലുള്ള ഇദ്ദേഹത്തിന്റെ സ്മാരകമായ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമ. 182 മീറ്ററിലാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമയായിട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിലനിൽക്കുന്നത്. ഓക്കെ, ആരുടെയാണ്? ഗുജറാത്ത് നർമ്മദ നദിക്കരയിൽ ആരുടെ പ്രതിമയാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെയാണ് കേട്ടോ. ഇനി ബാക്കി ഓപ്ഷൻ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അബുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദിന്റെ പ്രത്യേകത എന്താണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അല്ലെ. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, മൗലാന അബുൽ കലാം ആസാദ് ആണ് കേട്ടോ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമാണ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭീംറാവു റാംജി അംബേദ്കർ എന്ന് പറയുന്നത് BR അംബേദ്കർ ആണ്. അദ്ദേഹത്തിന്റെ ഫുൾ ഫോം ആണ് കേട്ടോ. നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുകയാണ്, അധികം ചോദിച്ചു കാണുന്നില്ല, എന്നിരുന്നാലും ഓർത്ത് വെച്ചേക്കുക. ഭീംറാവു റാംജി അംബേദ്കർ എന്ന് പറയുന്നത് BR അംബേദ്കർ ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയാണ്. ലോ മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? അത് അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും ആരാണ്? അദ്ദേഹമാണ് ചോദിച്ചതാണ് കേട്ടോ. ബൽദേവ് സിംഗിന്റെ പ്രത്യേകത എന്താണ്? ബൽദേവ് സിംഗ് ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണ്? അത് ബൽദേവ് സിംഗ് ആണ് കേട്ടോ. ബൽദേവ് സിംഗ് ആണ്. 2-3 ഞാൻ എക്സ്ട്രാ തരുന്നുണ്ട്. ആദ്യ ധനകാര്യമന്ത്രി ആര് ചോദിച്ചാൽ RK ഷൺമുഖം ഷെട്ടിയാണ്. PC ചോദിച്ചാണ് കേട്ടോ. RK ഷൺമുഖം ഷെട്ടിയാണ് ആദ്യത്തെ ധനകാര്യമന്ത്രി. ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ജോൺ മത്തായി ആണ്. ഇദ്ദേഹം ഒരു മലയാളിയാണ്, അതുകൊണ്ട് ചോദിക്കാറുണ്ട്. ആദ്യത്തെ റെയിൽവേ മന്ത്രി ആരാണ്? ജോൺ മത്തായി ആണ്. ഇദ്ദേഹം മലയാളിയാണ്. ആദ്യത്തെ വനിതാ മന്ത്രി അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി എന്ന് ചോദിച്ചാൽ രാജ്കുമാരി അമൃത് കൗറാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. PC ചോദിച്ചാണ് മക്കളെ. ആദ്യത്തെ വനിതാ മന്ത്രി അല്ലെങ്കിൽ ആദ്യത്തെ ആരോഗ്യമന്ത്രി എന്ന് ചോദിച്ചാൽ രണ്ടും ശരിയാണ്. രാജ്കുമാരി അമൃത് കൗറാണ് കേട്ടോ. രാജ്കുമാരി അമൃത് കൗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആദ്യത്തെ മന്ത്രിസഭയാണ് ചോദിക്കുന്നത്, ഇന്ത്യയിലെ ആദ്യത്തെ മന്ത്രിസഭ. ഓക്കെ, ക്ലിയർ ആണല്ലോ പറയുന്ന കാര്യങ്ങൾ? വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേരെന്തായിരുന്നു? ഞാൻ വീണ്ടും പറയുവാണ്, മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള 21 മുതൽ 25 വരെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒരു ലൈവിൽ ഉൾക്കൊള്ളിച്ച് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ലൈവ് കാണുക കേട്ടോ, തീർച്ചയായിട്ടും കാണാം. അവിടെ നമ്മൾ പറയാത്തൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. മഹാത്മാഗാന്ധി 1931 ആരംഭിച്ച മാസികയുടെ പേര് എന്താണ്? ആ മാസികയുടെ പേര് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന വർഷമാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ബാക്കി കാണുന്ന സമയത്ത് ഡൗട്ട് വരും. 1931 ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യങ് ഇന്ത്യയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് യങ് ഇന്ത്യ. നോക്കാലോ, ചോദ്യത്തിൽ നൽകിയിട്ടുള്ള വർഷം 1931 മഹാത്മാഗാന്ധിയുടെ പത്രപ്രവർത്തന ചരിത്രത്തിൽ വളരെ പ്രധാനമുള്ളതാണ്. അദ്ദേഹം തൻ്റെ വിഖ്യാതമായ ഭരണഘടനാ സങ്കല്പങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ ഭാവി ദർശനങ്ങളെക്കുറിച്ചും 1931 യങ് ഇന്ത്യ എന്ന മാസികയിലൂടെയാണ് വ്യക്തമാക്കിയത്. യങ് ഇന്ത്യയുടെ പ്രത്യേകത, ഗാന്ധിജി 1919 മുതൽ 1931 വരെ 1919 മുതൽ 31 വരെ അഹമ്മദാബാദിൽ നിന്നും ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രതിവാര പത്രമാണിത്. ഓക്കെ, തൻ്റെ അഹിംസാ സിദ്ധാന്തങ്ങളും സാഹിത്യ ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹം ഇത് ഉപയോഗിച്ചു. 1931 ഇതിൻ്റെ പ്രസിദ്ധീകരണം എന്ത് ചെയ്തത്? അവസാനിച്ചത് കേട്ടോ. ഓക്കെ, ഇനി ഹരിജൻ ഓപ്ഷനിലുള്ള വേറൊരു പ്രത്യേകതയാണ് ഗാന്ധിജിയുടെ പത്രമായ ഹരിജൻ. യങ് ഇന്ത്യക്ക് ശേഷം സാമൂഹിക പരിഷ്കരണത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെയുള്ള പ്രചരണങ്ങൾക്കായി 1933 ഗാന്ധിജി ഹരിജൻ പത്രം ആരംഭിച്ചു. അപ്പോൾ ഗാന്ധിജി ആരംഭിച്ച അടുത്ത പത്രത്തിൻ്റെ പേര് 1933 ഈ സാമൂഹിക പരിഷ്കരണങ്ങൾക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെയുള്ള പ്രചരണങ്ങൾക്കായി ആരംഭിച്ച പത്രമാണ് 1933 ഹരിജൻ എന്ന് പറയുന്നത് കേട്ടോ. ഹരിജൻ എന്ന് പറയുന്നത് ഓക്കെ, അഹിംസാ സിദ്ധാന്തങ്ങളും സത്യാഗ്രഹ ആശയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് യങ് ഇന്ത്യ എങ്കിൽ സാമൂഹിക പരിഷ്കരണത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെയുള്ള പ്രചരണമായിരുന്നു ഹരിജൻ എന്ന് പറയുന്ന പത്രം 1933. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുവാണ് കേട്ടോ. ഇനി ഓപ്ഷനിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദി ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് 1903 ആരംഭിച്ച ചരിത്രപ്രസിദ്ധമായ പത്രമാണിത്. ദി ഒപ്പീനിയൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? 1903 കേട്ടോ. ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്താണ് ചരിത്രപ്രസിദ്ധമായ ഈ പത്രം വരുന്നത്. വർണ്ണവിവേചനത്തിനെതിരെയുള്ള സമരങ്ങളുടെ പ്രധാന മുഖമായിരുന്നു ദ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ പത്രമാണ്, എന്നാൽ ഇന്ത്യയിലല്ല, ദക്ഷിണാഫ്രിക്കയിലായിരുന്ന കാലത്ത് 1903 ഇത് ആരംഭിക്കുന്നത്. ഇനി ബംഗാൾ ഗസറ്റ് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ബംഗാൾ ഗസറ്റ് ആരുടെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ബംഗാൾ ഗസറ്റ് 1780 കൊൽക്കത്തയിൽ നിന്നും ജെയിംസ് ആഗസ്റ്റസ് ഹിക്കിയാണ് കേട്ടോ. ജെയിംസ് ആഗസ്റ്റസ് ഹിക്കിയാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഹിക്കീസ് ബംഗാൾ ഗസറ്റ് എന്നും അറിയപ്പെടുന്നുണ്ടോ. ഹിക്കീസ് ബംഗാൾ ഗസറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, 1780 ശ്രദ്ധിക്കണം കേട്ടോ. 1780 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ഓക്കെ ബംഗാൾ ഗസറ്റ് വരുന്നത്. ഇനി അൽ ഹിലാൽ ആണെങ്കിലോ, അൽ ഹിലാൽ പ്രശസ്ത സ്വാതന്ത്ര്യ സമര നേതാവും ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് 1912 കൊൽക്കത്തയിൽ നിന്നും ആരംഭിച്ച ഉറുദു വാരികയാണ് കേട്ടോ ഇത്. അൽ ഹിലാൽ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണ്? പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് 1912 കൊൽക്കത്തയിൽ നിന്നും ആരംഭിച്ച ഉറുദു വാരികയാണ് കേട്ടോ ഇത്. ഉറുദു വാരിക ബ്രിട്ടീഷ് വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ തുടർന്ന് 1914 ഈ പത്രം ബ്രിട്ടീഷുകാരെ നേരിട്ട് നിരോധിക്കുന്നുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാരത് നിരോധിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇന്ത്യയിലെ പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഭാഗത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യുക, ഓർത്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? സോ നമ്മൾ 10 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയുള്ള അനുബന്ധ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇതുവരെയും ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. നമ്മുടെ നോർമൽ ടൈം ക്ലാസ്സിൻ്റെ എന്ന് പറയുന്നത് 8:17 ആണ്. രാവിലെ 8:17 ഡെയിലി നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ട്. ഒരു ദിവസം ഇതേപോലെ റെക്കോർഡഡ് ക്ലാസ്സസും അടുത്ത ദിവസം ലൈവ് ആയിട്ടും ക്ലാസ്സുകളുണ്ട്. സോ ലൈവ് ക്ലാസ്സിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, ടൈമിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ടാബ്, പോസ്റ്റേഴ്സ് ഇടുന്ന ടാബ് ഉണ്ടാവില്ല, പോസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് അവിടെ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതായത് 8:17 മുമ്പ് രാവിലെ എപ്പോഴെങ്കിലും ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അവിടെ നമുക്ക് ലൈവ് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നോട്ടിഫൈ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ? സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th പ്രിലിംസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്തും പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തും അവൈലബിൾ ആണ്. കോഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് 10th പ്രിലിംസിൻ്റെ ഈ പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അവിടെ നമ്മൾ എടുത്ത എല്ലാ ലൈവുകളും ക്ലാസ്സുകളും എന്ത് ചെയ്തിട്ടുണ്ട്, 10th പ്രിലിംസിനുള്ളത് അവിടെ പ്ലേലിസ്റ്റ് ആക്കി നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കാണാം. കുറേ ക്ലാസ്സുകൾ ഞാനിവിടെ ഐ ബട്ടൺ ആയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഐ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പെടുത്ത ക്ലാസ്സുകളും അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് ഞാൻ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക, ആ ക്ലാസ്സുകളൊക്കെ കാണുക. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സോ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഫുൾ സിലബസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. സിലബസ് എല്ലാം എന്ത് ചെയ്യും, കംപ്ലീറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ?
സോ അത്രേ പറയാനുള്ളൂ. ഇനി ഞാൻ നിങ്ങളുടെ എപ്പോഴും പറയുന്ന കാര്യമാണ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ അടുത്ത ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, 10th പ്രിലിംസിൻ്റെ അടുത്ത ക്ലാസ് വേണമെന്നൊരു കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെക്കുക. ഒരുപാട് പേര് ലൈക്ക് അടിക്കാതെ പോകുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ PSC എക്സാമുകൾക്ക് തയ്യാറാക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനൽ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് പഠിക്കട്ടെ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, ഹൈപ്പോടെ എനേബിൾ ചെയ്യാം. ഒരുപാട് പേര് ഹൈപ്പ് ചെയ്യുന്നില്ല. മക്കളെ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഹൈപ്പോടെ ചെയ്ത് വെച്ചേക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. സോ വേറെ ഒന്നും പറയാനില്ല, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ദിസ് ഈസ് വില്ലൻ സൈനിങ് ഓഫ്. താങ്ക് യു.